തെരഞ്ഞെടുപ്പ് ദിവസം ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യം പോളിംഗ് ശതമാനത്തിലെ കുറവ് UDF ക്യാമ്പിന് ഭയങ്കര ഞെട്ടലാണെന്നും ആശങ്കയാണെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി കഴിഞ്ഞ ദിവസം അടക്കം പറഞ്ഞത്. അപ്പോൾ എറണാകുളം മണ്ഡലത്തിലൊക്കെ ഇപ്പോൾ പോളിംഗ് ശതമാനത്തിൽ നേരിയ കുറവുണ്ട്. അപ്പോൾ ഈ കുറവിന് ഞങ്ങൾക്കുണ്ട്, ആശങ്കയുണ്ട്. ഞങ്ങൾക്ക് ഞെട്ടലുണ്ട്, ആശങ്കയുണ്ട്. അതിലെന്താ തെറ്റുന്നത്? അല്ല, അപ്പോൾ അത് ഞങ്ങൾ വിചാരിക്കുന്നത് ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇൻവോൾവ് ചെയ്താൽ ആ ആളുകൾ സ്വാഭാവികമായും ഗവൺമെൻറ്റിൻ്റെ വിരുദ്ധ വികാരത്തിന് വേണ്ടി വോട്ട് ചെയ്യുമെന്നുള്ളതാണ്. അത് ഞങ്ങൾക്ക് അനുകൂലമാകുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. അപ്പോൾ ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഏറ്റവും കുറഞ്ഞ ശതമാനം ആളുകൾ വോട്ട് ചെയ്തത് അല്ല, ഏറ്റവും കൂടുതൽ ആളുകൾ ആ പ്രോസസ്സിൽ ഇൻവോൾവ് ആവണം. സ്വാഭാവികമായിട്ടും കൂടുതൽ ആളുകൾ ഇൻവോൾവ് ആവുമ്പോൾ അതിൽ പാർട്ടി വോട്ടർമാരെന്ന് പറയുന്ന നിശ്ചിത ശതമാനം ഉണ്ടാവുള്ളൂ. കോൺഗ്രസ്, CPM, BJP അത് കഴിഞ്ഞാൽ പിന്നെ വോട്ട് ചെയ്യുന്നത് പൊതുജനങ്ങൾക്ക് അവർക്ക് അനുഭാവം ഉണ്ടാകും. പക്ഷെ ആ വോട്ടുകൾക്ക് പലപ്പോഴും മാറി മറിയാൻ സാധിക്കുന്ന വോട്ടുകളാണ്. അപ്പോൾ ആ ഒരു ഡെമോക്രാറ്റിക് പ്രോസസ്സിൽ പരമാവധി ആളുകൾ ഇൻവോൾവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് ആശങ്കയുണ്ട്. എൻ്റെ മെജോറിറ്റിയെക്കുറിച്ച് എനിക്ക് ആശങ്കയുണ്ട്. എനിക്ക് നല്ല ഒരു വിജയം കാഴ്ചവെക്കണം എന്ന് ആഗ്രഹമുള്ള ഒരാളാണ്. ജയത്തിൽ ടെൻഷനില്ല. അപ്പോൾ നമുക്ക് 4ാമത്തെ ഇലക്ഷനാണ് ഞാൻ മത്സരിക്കുന്നത്. 2 അസംബ്ലിയും 2 പാർലമെൻറ്റും. അപ്പോൾ അതിൻ്റെ ഏകദേശം ഒരു ഐഡിയ ജനങ്ങളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാവും. ജനങ്ങൾ വളരെ പോസിറ്റീവായിരുന്നു. നമ്മൾ വിചാരിക്കാത്ത പല മേഖലകളിൽ നിന്നും വോട്ടുകൾ നമുക്ക് ലഭിക്കും. ഒരുപക്ഷെ കടുത്ത പാർട്ടി പ്രദേശങ്ങളെന്ന് പറയുന്ന സ്ഥലങ്ങളിൽ പോലും മെച്ചമുണ്ടാക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നതാണ്. പക്ഷേ അതേസമയം നമ്മൾക്ക് കിട്ടേണ്ട പല വോട്ടുകളും വന്ന് ചെയ്തിട്ടില്ല എന്നുള്ള വിലയിരുത്തലുണ്ട്. നമുക്ക് ആശങ്കയുണ്ട്. ആശങ്ക പ്രകടിപ്പിക്കാതിരിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ ഈ 30-35 ദിവസം കഴിഞ്ഞാലും ജനങ്ങളെ നമ്മൾ കാണണ്ടല്ലേ. നമ്മൾ ഈ പറഞ്ഞ എല്ലാം റെക്കോർഡ് പോകുന്ന കാര്യങ്ങളല്ലേ. ഞങ്ങൾക്ക് ജയത്തെക്കുറിച്ച് യാതൊരു ആശങ്കയുമില്ല. ഭൂരിപക്ഷത്തെ സംബന്ധിച്ച് കഴിഞ്ഞ തവണ P. രാജീവിനെ പോലൊരു സ്ഥാനാർത്ഥിക്കെതിരെ 1,69,000 വോട്ടുകൾക്ക് വിജയിക്കാൻ സാധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സഹപ്രവർത്തകർ അത് പ്രതീക്ഷിക്കും.